സർക്കാരിന്റെ അഴിമതി നീക്കം പൊളിഞ്ഞു. മെത്രാൻകായൽ നികുത്തുന്നതിന് ഹൈക്കോടതി സ്റ്റേ. തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രദേശവാസിയായ അലക്സാണ്ടർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിശദാംശങ്ങളുമായി കെ.ജി. ദിനകർ ചേരുകയാണ്. ദിനകർ, ഒരു വലിയ അഴിമതിയാണ് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ തടഞ്ഞിരിക്കുന്നത്. വലിയ പ്രഹരം തന്നെയാണ് സർക്കാരിന് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, തീർച്ചയായും സർക്കാരിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. വൻ അഴിമതി നടത്താനുള്ള പദ്ധതിയാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. കാരണം മെത്രാൻകായൽ നികത്താനുള്ള അനുമതി അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതിക്ക് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് ഇത് സംബന്ധിച്ചുള്ള സ്റ്റേ അനുവദിച്ചത്. പ്രദേശവാസിയായ അലക്സാണ്ടർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. കാരണം മെത്രാൻകായൽ കൃഷിഭൂമിയാണ്. ഇത് നികത്താനുള്ള നീക്കം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഈ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി തൽസ്ഥിതി തുടരാൻ ഉത്തരവിടുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 1-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് കൊമരകം ഇക്കോ ടൂറിസം വില്ലേജ് പദ്ധതി നിർദ്ദേശം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008, പാരിസ്ഥിതിക അനുമതി എന്നിവയ്ക്ക് വിധേയമായി നടപ്പാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകുന്നു എന്നായിരുന്നു സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ റിപ്പോർട്ടുകളൊക്കെയും പാരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അതൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായിരുന്നു, വ്യാജമായി ഉണ്ടാക്കിയതായിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളും വസ്തുതകളും പുറത്തു വന്നിരുന്നു. ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഈ മെത്രാൻകായൽ നികത്തുന്നത് അനുമതി നൽകാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അതിനെ ശക്തമായി ആഭ്യന്തരമന്ത്രി എതിർക്കുന്ന ഒരു സാഹചര്യവും ഉടലെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മെത്രാൻകായൽ നികത്താൻ അനുമതി നൽകിയത്. അത്തരത്തിലുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് സ്റ്റേ നൽകിയിരിക്കുന്നത്. ഫലത്തിൽ സർക്കാരിന് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് ഏക്കർ കണക്കിന് 375ഓളം വരുന്ന മെത്രാൻകായൽ നികത്താനുള്ള അനുമതി തത്വത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയത്. അത് വലിയ അഴിമതി ലക്ഷ്യം വെച്ചായിരുന്നു എന്നുള്ള ആക്ഷേപം ശക്തവുമാണ്. അതിനെതിരെ കോൺഗ്രസിലെ തന്നെ ആളുകൾ രംഗത്ത് എത്തുകയും ചെയ്തു. കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് എമ്പാടും പ്രതിപക്ഷത്തിൽ. തീർച്ചയായിട്ടും ദിനകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ അഴിമതിക്ക് കളമൊരുക്കുവാൻ അല്ലെങ്കിൽ സർക്കാരിന് പരിമിതമായ കാലയളവ് മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പരിമിതമായ സമയത്ത് വലിയ ഒരു അഴിമതി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം, സ്വകാര്യ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഈ ഭൂമി നിയമത്തെയും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിൻ്റെ പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, അതിനും മന്ത്രിമാരുടെ ഇടപെടൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് തുടങ്ങിയ മന്ത്രിമാരുടെ ഇടപെടൽ, കോൺഗ്രസിന് ഇടയിൽ തന്നെ ഇത്തരം നീക്കത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും കഴിഞ്ഞ സർക്കാരിനെ പഴിചാരി ഒരു നീക്കം നടത്തി രക്ഷപ്പെടാനുള്ള പഴുതുകളും അവർ തേടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ എത്രത്തോളം പ്രഹരമാണ് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്? സുരേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് എമ്പാടും ഉയർന്നുവന്നു. മെത്രാൻകായൽ നികത്തുന്നതിന് എതിരെ KPCC അധ്യക്ഷനും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇക്കാര്യം പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. TN പ്രതാപൻ MLA അല്പം മുൻപ് പീപ്പിൾ TVയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും വ്യക്തമാക്കിയത് എങ്ങനെ ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായി എന്ന് അദ്ദേഹവും അതിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷവും മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് പിന്നിൽ വലിയ അഴിമതിയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം വളരെ രഹസ്യമായി ഇത്തരത്തിൽ ഒരു ഔട്ട് ഓഫ് അജണ്ടയായി ഇത്തരം ഒരു കാര്യം മന്ത്രിസഭാ യോഗത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അത് പാസ്സാക്കിയെടുക്കുന്നു. ചീഫ് സെക്രട്ടറി എതിർക്കുന്നു. അതിൻ്റെ വിയോജനക്കുറിപ്പ് എഴുതും എന്ന് പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയെങ്കിൽ ചീഫ് സെക്രട്ടറി ലീവ് എടുത്തുകൊള്ളൂ, അവധിയിൽ പ്രവേശിച്ചുകൊള്ളൂ എന്നുവരെ മന്ത്രിമാർ പറയുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. അതിനുശേഷം ആണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഇതിൽ ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് തത്വത്തിൽ അംഗീകാരം നൽകാൻ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ്. ഇതിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മെത്രാൻകായൽ നികത്തുന്നതിന് ഉള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു. തൽസ്ഥിതി തുടരാനുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇത് സർക്കാരിന് ഏറ്റ കനത്ത പ്രഹരം തന്നെയാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനുള്ള നീക്കമായിരുന്നു ഇതിന് പിന്നിൽ. റക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വച്ചിരിക്കുന്നത്. 34 സബ്സിഡിയറി കമ്പനികളുടെ പേരിലായി കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്കിൽ കുമരകം വില്ലേജിൽ 420 ഏക്കറോളം വരുന്ന മെത്രാൻകായൽ പാടശേഖരത്തിലാണ് ഏതാണ്ട് 375 ഏക്കറോളം നികത്താനുള്ള ഒരു അനുമതി സർക്കാർ നൽകിയത്. അത് മാർച്ച്
ഒന്നാം തീയതിയാണ് ഇതിനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായി പുറത്തു വരികയും ചെയ്തു. ഇതേ തുടർന്ന് LDF ആണ് ഇത് അംഗീകാരം നൽകിയത് എന്ന മറുവാദവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. എന്നാൽ അത്തരത്തിൽ കേവലം ഒരു നിർദ്ദേശം മാത്രമായിരുന്നു LDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായത്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഈ നിർദ്ദേശം എത്തിയപ്പോൾ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഈ പദ്ധതി പാരിസ്ഥിതികാഘാതം ചൂണ്ടിക്കാട്ടി ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുകയില്ല എന്ന് LDF സർക്കാർ തീരുമാനം എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ UDF സർക്കാർ മാർച്ച് 1-ാം തീയതി ഇതിന് തത്വത്തിൽ അംഗീകാരം നൽകിയത്. അതിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും പല മന്ത്രിമാരുടെയും കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് വ്യക്തമാകുന്നത്. അത് എന്തിനു വേണ്ടി എന്ന് ഉള്ളത് വ്യക്തമാണ്, സ്പഷ്ടമാണ്. അഴിമതിക്ക് വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ പണം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ടായിരുന്നു ഇതിന് പിന്നിൽ കള്ളക്കളി നടത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. അതിനാണ് ഇപ്പോൾ തടയിടപ്പെട്ടിരിക്കുന്നത്. സുരേഷ്, ദിനകർ, ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഒരു വിയോജനം അല്ലെങ്കിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ അറിയാം പല രീതിയിലും സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട അഴിമതിയുടേതായാലും മറ്റു രീതിയിലായാലും പല വിമർശനങ്ങളും നിയമവ്യവസ്ഥയിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിലെ ഈ ഒരു വിമർശനത്തെയും ഏറ്റവും ഒടുവിലത്തെ ഈ വിമർശനത്തെയും ഒരു അഴിമതിയുടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തൻപോരിമയുടെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്കുകളുടെയും ഒക്കെയും ഏത് രീതിയിലായാലും ഒരു അഴിമതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കത്തെ എത്രത്തോളം ഏത് രീതിയിൽ നമുക്കതിനെ വായിച്ചെടുക്കാൻ കഴിയും? സുരേഷ്, സർക്കാർ കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഇത്തരത്തിൽ പരമാവധി കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങളിലായി ഏതാണ്ട് 800ഓളം ഫയലുകൾ അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾക്കായി 800ഓളം ഫയലുകൾ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്നുകൊണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒക്കെ വേണം നമ്മൾ ഇക്കാര്യം പരിശോധിക്കാൻ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അത്തരം കാര്യങ്ങൾ നടത്തിയെടുത്തില്ല എങ്കിൽ പിന്നീട് അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ രഹസ്യമായി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മെത്രാൻകായൽ നികത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അത് ശക്തമായ പ്രതിഷേധം അവിടെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. കാരണം അതിന് തൊട്ടടുത്തുള്ള മറ്റു പാടശേഖരങ്ങളൊക്കെ കൃഷി ചെയ്യാൻ യോഗ്യമാണ് എന്നിരിക്കെ ഇതെന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടു, അല്ലെങ്കിൽ കളക്ടറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഇത് കൃഷിയോഗ്യമല്ല എന്ന റിപ്പോർട്ട് കളക്ടറെ കൊണ്ട് ഉണ്ടാക്കുകയും അതിനുശേഷം ഇത്തരത്തിൽ ഒരു തീരുമാനം ഔട്ട് ഓഫ് അജണ്ടയെ മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരികയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് സ്വാഭാവികമായും അഴിമതിക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ അഴിമതിക്കാണ് ഇപ്പോൾ കോടതിയിലൂടെ തടയിടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. സുരേഷ്, വ്യക്തമാണ്. സർക്കാരിന്റെ അഴിമതി നീക്കം പൊളിഞ്ഞിരിക്കുകയാണ്. മെത്രാൻകായൽ നികത്തുന്നതിന് ഹൈക്കോടതി സ്റ്റേ. തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രദേശവാസിയായ അലക്സാണ്ടർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിശദാംശങ്ങളാണ് KG ദിനകർ നൽകി. ടൂറിസ്റ്റ് പദ്ധതിക്കായി മെത്രാൻകായൽ നികത്താൻ LDF സർക്കാരിന് അനുമതി നൽകിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് എന്ന പദ്ധതിക്കായി നിർദ്ദേശം വന്നുവെങ്കിലും മന്ത്രിസഭ അംഗീകാരം നൽകിയില്ല. പദ്ധതി നടപ്പാക്കിയാൽ വൻ പാരിസ്ഥിതികാഘാതം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് അനുമതി നിഷേധിച്ചത്. നാളെ മെത്രാൻകായലിലേക്ക് KSKTU മാർച്ച് സംഘടിപ്പിക്കും. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ ഉൽപാദനക്ഷമതയിൽ മുന്നിലാണ് മെത്രാൻകായൽ. പാടം സ്വകാര്യ കമ്പനി കൈയടക്കുന്നതിന് മുമ്പ് ഒരു തവണത്തെ കൃഷിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് 1,05,500 കിൻഡൽ നെല്ലായിരുന്നു. ശരാശരി 22,165 സുസ്ഥിര തൊഴിൽ ദിനങ്ങളും ലഭിച്ചു. പാടത്ത് തൊഴിൽ ചെയ്തത് 85% സ്ത്രീ തൊഴിലാളികളായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് വൻകിട ബിസിനസ്സുകാർക്ക് അനുകൂലമായി കായൽ നികത്താൻ സർക്കാർ അനുമതി കൊടുത്തത് വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമരത്തിന്റെ ആദ്യപടിയായി അട്ടിപ്പീടികയിൽ നിന്ന് പ്രകടനമായെത്തിയ CPIM KSKTU പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസിന്റെ നേതൃത്വത്തിൽ മെത്രാൻകായൽ പ്രദേശത്ത് കൊടിനാട്ടി. ഇത് പാടശേഖരമാണ്, ഇവിടെ നെല്ല് വിളയുന്ന ഭൂമിയാണ്. പഴയകാലത്ത് 100 മേനി നെല്ല് വിളഞ്ഞ ഒരു പാടശേഖരമാണിത്. ഇത് നികത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കായൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുമരകം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ വ്യക്തമാക്കി. കുമരകം കേന്ദ്രീകരിച്ച് 9-ാം തീയതി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഉത്തരവ് റദ്ദാക്കുന്നതോടം വരെ തുടർ പ്രക്ഷോഭവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ജില്ലയിൽ മുന്നോട്ട് പോകും. വരും ദിനങ്ങളിൽ ബഹുജന പിന്തുണയോടെ സമരം കരുത്താർജിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭൂപരിഷ്കരണ നിയമത്തിൽ വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി പുഞ്ചപ്പാടം നികത്താൻ വീണ്ടും ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനാണ് ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പു വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. ഇളവ് നൽകിയത് 1,500 കോടിയുടെ സ്മാർട്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിലാണ്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു.
വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമർത്ഥി വില്ലേജ് പ്രോജക്ടിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം. 1500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ക്യാൻസർ ബാധിതനായി ICUവിൽ കഴിയുമ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നടൻ ജിഷ്ണു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം തന്റെ രണ്ടാം വീടാണെന്നും പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ഡോക്ടർമാർ പോലും ഉന്മേഷഭരിതരാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിഷ്ണു കുറിക്കുന്നു. രോഗമൂർച്ചയിലും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കെടാതെ സൂക്ഷിക്കുകയാണ് നടൻ രാഘവന്റെ മകൻ കൂടിയായ ജിഷ്ണു. ICU എന്റെ രണ്ടാം വീടാണ്. പോസിറ്റീവ് ചിന്താഗതിയും എപ്പോഴുമുള്ള പുഞ്ചിരിയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കിവിടെ സന്തോഷമാണ്. ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോൾ ഞാനിവിടെ മയക്കത്തിലായിരിക്കും. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവർക്കൊരു നല്ലൊരു പുഞ്ചിരി പാസാക്കും. പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ചികിത്സിക്കാൻ ഒരു ഊർജ്ജം ലഭിക്കാറുണ്ടെന്ന് ഡോക്ടർമാരും പറയാറുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിഷ്ണു എഴുതുന്നു. വേദന കുറയ്ക്കുന്നതിനുള്ള ചികിത്സയ്ക്കിടയിലും താൻ പരമാവധി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ചിരി ICUവിലെ മോശമായ അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്നുണ്ടെന്നും ജിഷ്ണു കുറിക്കുന്നു. ഇതൊരു മാജിക്കാണ്, പുഞ്ചിരി മാജിക്. നിങ്ങളും പരീക്ഷിക്കൂ. ഇതൊരു ഉപദേശമല്ല, അനുഭവമാണ് എന്നെഴുതിയാണ് വികാരനിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ജിഷ്ണു ഉപസംഹരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.